എല്ലാവർക്കും നമസ്കാരം. ഹനുമാൻ ചാലിസ പഠനം 9-ാം ദിവസം. ജയ് ശ്രീരാം. ഹം ഹനുമതേ നമ. ഓം ആഞ്ജനേയ സ്വാമിയേ നമ. സബ് പര രാമ തപസ്വി രാജ തിനുക്കെ കാജ് സകല തുമ സാജ. 27-ാമത്തെ ഇരടിയാണ്. സബ് പര രാമ തപസ്വി രാജ തിനുക്കെ കാജ് സകല തുമ സാജ. തപസ്വിയായ ശ്രീരാമൻ സർവേശ്വരനാണ്. ശ്രീ ഹനുമാനിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടാം. നമുക്ക് തപസ്വിയായ ശ്രീരാമൻ സർവേശ്വരനാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ശ്രീരാമൻ. ശ്രീ ഹനുമാനിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടാം എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി ഹനുമാനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഹനുമാനിലൂടെ നമുക്ക് ശ്രീരാമദേവൻ്റെ അനുഗ്രഹവും ലഭിക്കും. ഭക്തരുടെ എന്താവശ്യവും നിറവേറ്റി കൊടുക്കുന്ന ശ്രീരാമചന്ദ്ര സ്വാമിയുടെ സകല ആവശ്യങ്ങളും ഹനുമാൻ സ്വാമി നിറവേറ്റി കൊടുക്കുന്നു. അടുത്തത് 28-ാമത്തെ ഇരടി. അവരു മനോരഥ ജോ കോയി ലാവേ സൊയി അമിത് ജീവന് ഫല് പാവേ. അവരു മനോരഥ ജോ കോയി ലാവേ സൊയി അമിത് ജീവന് ഫല് പാവേ. അഭീഷ്ടങ്ങൾ എല്ലാം സാധിക്കും, ജീവിതം സഫലമാകും. ഹനുമാനെ ഭജിച്ചാൽ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും, ജീവിതം സഫലമാകും. എല്ലാ ഇഷ്ടങ്ങളും സാധിച്ച് ജീവിതം സഫലമാകും. അതായത് ഹനുമാൻ്റെ ഭക്തർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ കാണും. എല്ലാ അഭീഷ്ടങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കണമോ അതെല്ലാം സാധിച്ച് ജീവിതം എപ്പോഴും സഫലമായിരിക്കും. അതുകൊണ്ട് വേണ്ടതെന്താണ്? ഹനുമാനെ ഭജിക്കുക. അടുത്തത് 29-ാമത്തെ ശ്ലോകം. ചാരോം യുഗ പരിതാപ തുംഹാര ഹൈ പരസിദ്ധ ജഗത ഉജിയാര. ചാരോം യുഗ പരതാപ തുമാര ഹൈ പരസിദ്ധ ജഗത ഉജിയാര. 4 ചതുർയുഗങ്ങളിലും ലോകം അങ്ങയെ പ്രകീർത്തിക്കുവാൻ ഉത്സുകരായിരിക്കുന്നു. 4 യുഗങ്ങളിലും അങ്ങയുടെ കീർത്തി വ്യാപിക്കുകയും ലോകം മുഴുവൻ അങ്ങയെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഇപ്പം ഹനുമാൻ 4 യുഗങ്ങളിലും കീർത്തിക്കപ്പെട്ടവരാണ്. ഹനുമാൻ്റെ കീർത്തി എല്ലായിടത്തും വ്യാപിക്കും. ആളുകൾ ഹനുമാനെ പ്രകീർത്തിക്കുവാൻ ഇങ്ങനെ ഉത്സുകരായിരിക്കുന്നു. അടുത്തത് 30-ാമത്തെ ശ്ലോകം ഈരടിയാണ്. സാധു സന്തുക്കെ തും രഘുവാരെ അസുര നികന്ദന രാമ ദുലാരെ. സജ്ജനങ്ങളെ അങ്ങ് കാത്തുരക്ഷിക്കുന്നു, അസുരന്മാരെ നിഗ്രഹിക്കുന്നു, രാമന് പ്രിയനായിരിക്കുന്നു. ഇപ്പം എന്തിനു വേണ്ടിയാണ് വന്നത്? രാമൻ്റെ ദൂതനായിട്ട്, രാമൻ്റെ ഭക്തനായിട്ട്, രാമൻ്റെ സേവകനായിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ സജ്ജനങ്ങളെ കാത്തുരക്ഷിച്ച് അസുരന്മാരെ നിഗ്രഹിക്കുന്നു. രാമൻ എപ്പോഴും പ്രിയമുള്ളവനായിരിക്കുന്നു. രാമൻ എപ്പോഴും പ്രിയമുള്ളവനാണ് ഹനുമാൻ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ഉദ്ദേശം എന്താണ്? സജ്ജനങ്ങളെ കാത്തുരക്ഷിക്കുക എന്നുള്ളതാണ്. സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിലൂടെയും അസുരന്മാരെ നിഗ്രഹിക്കുന്നതിലൂടെയും അങ്ങ് രാമന് പ്രിയനായി തീർന്നു. ഇപ്പം രാമൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? സീതാന്വേഷണമായിരുന്നു. അതിന് ഹനുമാൻ മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ശ്രീരാമന് വേണ്ടതായ എല്ലാ സഹായങ്ങളും ചെയ്ത് അദ്ദേഹം രാമൻ്റെ ഏറ്റവും വലിയ പ്രിയനായി തീർന്നു. അങ്ങനെ സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിലൂടെയും അസുരന്മാരെ നിഗ്രഹിക്കുന്നതിലൂടെയും അങ്ങ് രാമന് പ്രിയനായി തീർന്നു. ഈ ഇരടികൾ തുളസീദാസിൻ്റെ ഹിന്ദി രാമായണമായ ശ്രീ രാംചരിത് മാനസിൽ ഹനുമാനെ പ്രകീർത്തിക്കുന്നതാണ്. അപ്പം ഇത്രയും ഓരോ വാക്കിലും ഹനുമാൻ്റെ ഗുണഗണങ്ങളും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പം എല്ലാവരും ഹനുമാൻ സ്വാമിയെ ധ്യാനിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. അപ്പം എല്ലാവർക്കും ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീരാം.